മാസപ്പടി കേസിൽ വീണ വിജയനെ വീണ്ടും നേരത്തെ വിളിച്ചു തന്നെ ഒന്നുകൂടി ഇ ഡി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൻ്റെ കാരണമെന്ന് പറയുന്നത് SFIOയുടെ നേരത്തെ കേസിലുണ്ടായിരുന്ന തെളിവുകളും മറ്റ് വിശദമായിട്ടുള്ള വിവരങ്ങളും കൈമാറി കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ആദ്യത്തെ ചോദ്യം ചെയ്യലുകളിൽ തന്നെ വീണയ്ക്ക് കൃത്യമായ മറുപടി ഒന്നിനുമില്ലായിരുന്നു. SFIOയുടെ തെളിവുകൾ കൂടി നിരത്തി വെച്ച് മറ്റ് പലരുടെയും, അതായത് കർത്തയുടെ അടക്കം, കർത്തയുടെയും കുടുംബത്തിൻ്റെ അടക്കം മൊഴികളും മറ്റ് തെളിവുകളും അടക്കി നിരത്തി വെച്ച് ചോദ്യം ചെയ്തതിനൊന്നും തന്നെ വീണയ്ക്ക് വ്യക്തമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളം അടക്കി വാണ മഹാരാജാവ് പിണറായി വിജയൻ്റെ മകൾക്ക് അഴിയല്ലാതെ മറ്റൊന്നും ബാക്കിയുണ്ടാകില്ല എന്നാണ്. തല കുലിച്ച് മാധ്യമങ്ങളുടെ നടുവിലൂടെ തിരിച്ച് നടന്നു പോകുന്ന വീണയാണ് ഇന്നലെയും കണ്ടത്. അതിൽ നിന്നെല്ലാം കൃത്യമാണ്, വ്യക്തമാണ്, ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് വ്യക്തമാണ് ഇ ഡിയുടെ മുന്നിൽ ഒരക്ഷരം പോലും മറുത്തു പറയാനില്ലാതെയാണ് വീണ ഇരുന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ജയിലുറപ്പിക്കുന്ന പദ്ധതിയായിട്ടാണ് തോന്നുന്നത്. അല്ല, എനിക്കതിനെ തോന്നിയത് ഇപ്പോൾ വീണയുടെ 3 പ്രാവശ്യത്തെ വീണയെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ഇനി 4ാമത്തെ പ്രാവശ്യമാണ് 29-ാം തീയതി അടക്കാൻ വേണ്ടി പോവുക. ഈ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4ാമത്തേൽ വിളിക്കാനും കാരണം വീണയുടെ മൊഴികളിലുണ്ടായിരുന്ന മൊഴി വ്യത്യാസങ്ങളാണ്. ഈ മൊഴികൾ ആദ്യത്തെ ഒരു ഇതിൽ അവർ പറഞ്ഞിരുന്നു എനിക്ക് ലോക്കറൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. വളരെ അഭിമാനത്തോടെ പറഞ്ഞ് എനിക്ക് ലോക്കറൊന്നും ഇല്ല, അതിന് താക്കോലൊന്നും എൻ്റെ കൈവശമില്ല, അതിലെന്തൊക്കെ ഇരിക്കുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ SFIO ഇത് കണ്ടുപിടിച്ച സമയത്ത് ഇവർക്ക് ലോക്കറുണ്ടെന്നും ആ ലോക്കറിൻ്റെ ഫീസ് ഇവർ അടച്ചതിൻ്റെയും കൃത്യമായിട്ട് രേഖ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്കർ ഇവർക്കുണ്ട്. ആ ലോക്കറിൽ ഇവർ വയ്ക്കുന്നത് എന്തൊക്കെയാണ്? ലോക്കറിൽ ഇവർ ഡോക്യുമെൻറ്റ്സ് മാത്രമല്ല, ഗോൾഡ് മാത്രമൊന്നുമല്ല വയ്ക്കുക, അതിനകത്ത് ഇവർ ഡോക്യുമെൻറ്റ്സ് വെക്കുന്നുണ്ട്. ഇവരുടെ സീമാർ ഇവരായിട്ടുള്ള ബന്ധത്തേക്ക് സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലോക്കറിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ വലിയൊരു അന്വേഷണം വരുന്നത്. കാരണം ഇവർ സത്യാവസ്ഥ പറയാനായിട്ട് എനിക്ക് 2 തരത്തിലാണ് തോന്നുക. ഒന്ന്, സത്യത്തിൽ വീണയ്ക്ക് ഇതൊക്കെ അറിയാമോ? എനിക്ക് തോന്നുന്നത് വീണ ഒരു ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് വീണയെക്കുറിച്ച് വീണ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാരും ചെയ്യിക്കുന്നതാണോ സംശയമുണ്ട്. അതിനകത്ത് മുഹമ്മദ് റിയാസിന് പങ്കന്വേഷിക്കണം, അതിനകത്ത് പിണറായി വിജയൻ്റെ പങ്കന്വേഷിക്കണം. ഈ പറയുന്ന ആളുകൾ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതൊക്കെ ഒരുപക്ഷെ വീണയുടെ പേരിലായിരിക്കും ചെയ്യാം. അത് വീണയ്ക്ക് സത്യത്തിൽ ചിലപ്പോൾ അറിയുണ്ടാവില്ല. അപ്പോൾ ഏതാണെങ്കിലും ഇന്നത്തെ നിലയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നാളെ വീണയ്ക്ക് അഴിയെണ്ണാൻ പാകത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ്, അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. ഇവർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടാവാതിരിക്കാൻ തരവില്ല. കാരണം ഒരു സ്ത്രീ മാത്രമായിട്ടൊന്നും ചെയ്യാൻ വഴിയില്ല. ആ സ്ത്രീയെ കൊണ്ട് ജയിക്കുന്ന ആരാണെന്നുള്ളതാണ് പ്രശ്നം. അത് ജയിക്കുന്ന കാര്യത്തിൽ പിണറായി വിജയൻ്റെ പങ്ക് നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു മഹാരാജാവായിട്ട് വിലസിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. തൻ്റെടിയായിട്ടുള്ള ആള്, രാഷ്ട്രീയ രംഗത്ത് അധികായനായിരുന്ന ആള്, കേരളത്തിൻ്റെ സർവശക്തനായിരിക്കുന്ന മുഖ്യമന്ത്രി. തൻ്റെ കീഴിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ കണ്ടാൽ കൂട്ടത്തോടെ എഴുന്നേൽക്കുന്ന ഒരു തരത്തിലൊരു മുഖ്യമന്ത്രി. വളരെ സർവശക്തനാണെന്ന് അദ്ദേഹം ധരിച്ചിരുന്നത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ മകള് ജയിലിലാകുക എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് പോലും മോശമാണ്. ഇന്ന് മാത്രമല്ല, വീണയിൽ കൂടി ഇത് നടന്നെടുക്കുന്ന മുഹമ്മദ് റിയാസിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് റിയാസിൽ കൂടി ഇത് പിണറായി വിജയനിലേക്ക് എത്താൻ വേണ്ടി സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അതുകൊണ്ട് ഒരുപക്ഷെ സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടക്കുന്ന സമയത്ത്, ഈ കേസ് ഏറെ മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ വിജയൻ മാത്രമായിരിക്കില്ല, വീണ വിജയൻ്റെ ഭർത്താവായിരിക്കുന്ന മുഹമ്മദ് റിയാസും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനും ജീവിതത്തിൻ്റെ അവസാന നാളുകളിലാണെങ്കിൽ പോലും ഒരുപക്ഷെ എണ്ണിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. അതായത് വീണ വിജയനും പിണറായി വിജയനും ഇതിനകത്ത് ഒരേപോലെയല്ല പങ്ക് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം. കാരണം വീണയുടെ അക്കൗണ്ടാണ്, വീണയുടെ കമ്പനിയാണ്, എല്ലാം ശരി. പക്ഷേ പിന്നിലുണ്ടായിരിക്കുക ഉറപ്പായും പിണറായിയുടെ ബുദ്ധി തന്നെയാണ്. പിണറായിയെ പറ്റി പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു കാര്യത്തിനായിട്ട് പിണറായി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിൽ വിജയം കാണാതെ മടങ്ങാറില്ല എന്നുള്ളത്. അതിപ്പോൾ കേന്ദ്ര പദ്ധതികൾ പലതും കേരളത്തിൽ നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ അതേ കണിശതയോടുകൂടിയൊക്കെ നിന്ന് നമ്മുടെ ഈ ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും ശരി തന്നെ, അതുപോലുള്ള പദ്ധതികൾ 6 വരി പാതയൊക്കെ നടപ്പിലാക്കാനൊക്കെ മുൻകൈ എടുത്തതൊക്കെ ശരി തന്നെയാണ്. എല്ലാത്തിലും അതുണ്ട്. പക്ഷേ ഈ അഴിമതിയുടെ കാര്യത്തിലും അതേ ബുദ്ധി തന്നെയാണോ ഉള്ളത്? അല്ല, അത് പിണറായി വിജയൻ്റെ ഒരാൾക്ക് ബുദ്ധി ഒരു മേഖലയിൽ മാത്രമാവില്ല, ബുദ്ധി സർവ്വവ്യാപിയാണ്. ഈ പിണറായി വിജയൻ്റെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ അക്കാദമിക് ബുദ്ധിയല്ല, അതൊരു പ്രായോഗിക ബുദ്ധി അതിനകത്തുണ്ട്. ഈ പ്രായോഗിക ബുദ്ധിയിൽ മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കേരളത്തിലേക്ക് ആവിഷ്കരിച്ചത് അതേപോലെ തന്നെ ഈ പറയുന്ന അന്യ പ്രസ്ഥാനങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം സ്വന്തം പെട്ടിയിലേക്ക് ആക്കുന്ന കാര്യത്തിൽ അതിലൊരു വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇപ്പോൾ
2.78 കോടി റുപ്യ എന്നൊക്കെ പറഞ്ഞാൽ ചർച്ച നടത്തുന്നത്. പക്ഷേ പിണറായി വിജയന്റെ സ്വഭാവം വെച്ചിട്ടും CMRLന്റെ പാരമ്പര്യം വെച്ചുകൊണ്ടും അതിന് സാധ്യതയില്ല. ഇത് എമൗണ്ട് കൂടാൻ വളരെ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ 50 കോടി ആവാം, ഇത് വേണമെങ്കിൽ ചിലപ്പോൾ 100 കോടി ആവാം. ആ തരത്തിൽ കോടികളുടെ വലിയ ഒരു കൈമാറ്റ കച്ചവടമാണ് നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം പിണറായി വിജയന്റെ സ്വഭാവം നേരത്തെ പറഞ്ഞ മാതിരിയാണ്. അവിടെ 2 കോടിയുടെ കച്ചവടം നടക്കാൻ യാതൊരു തരവില്ല. ആ തരത്തിൽ ചീള് കേസിനും പുള്ളി ഇടപെടാറില്ല. കാരണം പുള്ളി മോളെ കൊണ്ട് ചെയ്യിക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് മോള്. ആ മോളെ കൊണ്ട് അദ്ദേഹം ചെയ്യിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വരുന്ന 4 or 5 തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം ഉണ്ടാക്കത്തക്ക രീതിയിലാണ് ചെയ്യുക. മാത്രമല്ല അവർ ഭർത്താവ് മന്ത്രിയായിരുന്നു, അയാളും ഒരു സർവശക്തനായിട്ടുള്ള മന്ത്രിയാണ്, പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രിയായിരുന്ന അയാള്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ കുടുംബത്തിന്റെ വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്വത്ത് സമ്പാദിച്ചു കൂട്ടുന്ന കാര്യത്തിൽ വീണ ഒരു നിമിത്തമായിരുന്നു എന്നുള്ള സംശയമൊന്നുമില്ല. അതിനകത്ത് പിണറായി വിജയന് പങ്കുണ്ടാകാനുള്ള തരമാണ് കൂടുതലുള്ളത്. മുഹമ്മദ് റിയാസിന്റെ പങ്കും വളരെ വലുത് തന്നെയായിരിക്കാനുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ട് അതിന് നിമിത്തമായിട്ട് ഒരു വീണ വിജയനെ വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഈ പോക്ക് വീണ വിജയനെ സംബന്ധിച്ച് അവർ അഴിയണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചില്ല. ഇപ്പൊ നാളത്തെ അടുത്ത ദിവസം ഇന്നലത്തെ അവര് മറ്റേ വിസ്താരം കഴിഞ്ഞു, ഇനിയിപ്പോ 29-നാണ് വരിക. അത് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെയൊക്കെയാണ്. വളരെ അവശ്യമായിട്ടുള്ള രീതിയിലാണ് വീണ വിജയൻ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നത്. അവര് ഇപ്പൊ ED പോലെ ചില സ്ഥാപനങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അവർ മർദ്ദനത്തിന്റെ ലൈനൊന്നും അവർക്കില്ല. പക്ഷെ ചോദ്യം അവർക്ക് വേണ്ട കാര്യങ്ങള് ഈ പറയുന്ന പ്രതിയിൽ നിന്ന് സമ്പാദിക്കുന്ന കാര്യത്തിൽ അവർ വൈദഗ്ധ്യം വളരെ വലുതാണ്. അതവർ നിരന്തരമായിട്ട് ഏതെല്ലാം തരത്തിലാണ് ചോദിക്കേണ്ടത് ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കൃത്യമായിട്ടുള്ള വഴികൾ അവർക്കറിയാം. മനഃശാസ്ത്രപരമായും ശാസ്ത്രീയമായിട്ടും ഒക്കെയാണ് അവർ ചോദിക്കുക. ഇപ്പൊ ചില വക്കീലന്മാർ കോടതിയിൽ വന്നെ കാണാറുണ്ട്. ചില ക്രിമിനൽ കേസുകൾ വക്കീലന്മാര് കോടതിയിൽ തെളിവുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന വൈദഗ്ധ്യമുണ്ട്, പ്രതികളെ രക്ഷിച്ചെടുക്കുന്ന കാര്യത്തിൽ അവർ തന്ത്രമുണ്ട്. ഈ സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന വീണ വിജയനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ അവർ CMRLായിട്ടുള്ള അവർ ബന്ധത്തെ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടിരുന്ന കാര്യത്തിൽ ഇവരുടെ ലോക്കറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനോടകം EDയുടെ കയ്യിലെത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ എത്തിച്ചേർന്ന സംഗതികളെ സംബന്ധിച്ച് ഇവരുടെ വായിൽ നിന്ന് കേൾക്കണം EDക്ക്. അതാണ് ആവശ്യം. ആ EDക്ക് ഇവരുടെ വായിൽ നിന്ന് കേൾക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഒരു സംശയം ഉണ്ടാവില്ല. അത്രയ്ക്കൊരു ബുദ്ധിമതിയൊന്നല്ല വീണ. ആ വീണയുടെ വായിൽ നിന്ന് തന്നെ ഈ പറയുന്ന പിണറായി വിജയന്റെ കുടുംബത്തിന് കുളം തോണ്ടാനുള്ള മുഴുവൻ രേഖകളും ഈ വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 29-ാം തീയതിയിലത്തെ ഇനി അവസാനമാണെന്ന് അറിയില്ല കേട്ടോ, 29 കഴിഞ്ഞ് വേണമെങ്കിലും 30 ഡേറ്റൊക്കെ ഉണ്ട്. ആ ദിവസങ്ങളിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചുകൂടായികയൊന്നുമില്ല. ഏതാണെങ്കിലും ഒരു മറ്റേ കേരളം ഭരിച്ചൊരു മഹാരാജാവായിരിക്കുന്ന മഹാകള്ളനായിരിക്കുന്ന ഒരാൾ, ഒരുപക്ഷെ അയാൾ ലാവ്ലിൻ കേസിൽ അയാൾ രക്ഷപ്പെട്ടു പോയേക്കാം. പക്ഷെ ഈ കാര്യത്തിനകത്ത് അയാൾ കുടുങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇങ്ങനെ സത്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.